പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ കമൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ശക്തരുമായിട്ടുള്ള രണ്ട് രാജേഷുമാരും, പ്രിയപ്പെട്ട സിപ്പി പള്ളിപ്പുറം മാഷ്, പ്രിയപ്പെട്ട സീവർ പുൽപ്പാട്ട് സാറ്, ചന്ദ്രശേഖരൻ മാഷ്, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അകാലത്തിൽ മരിക്കുന്നത് അത്ര ദോഷകരമായ പരിപാടിയൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മഹാന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ, ക്രിസ്തു, വിവേകാനന്ദൻ, കീറ്റ്സ്, ഷെല്ലി തുടങ്ങിയ നിരവധി മഹാത്മാക്കൾ അകാലത്തിൽ തന്നെയാണ് മരിച്ചുപോയത്. പക്ഷെ അവരെ നമ്മൾ എക്കാലത്തും ജീവിക്കുന്ന, നമ്മോടൊപ്പം ജീവിക്കുകയും വരും കാലത്തും തുടരുകയും ചെയ്യുന്ന ചിരഞ്ജീവികളായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. എൻ്റെ നോവലിൻ്റെ ആദ്യത്തെ വാചകം പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ്. പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവി ആണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ പൂർണ്ണത എന്ന് പറയുന്ന സങ്കല്പം മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന് മാത്രം സങ്കല്പിക്കുവാനും വിഭാവനം ചെയ്യുവാനും സാധിക്കുന്ന ഒന്നാണ്. എന്തൊക്കെയോ നമ്മളെ അപൂർണരായി നിർത്തുന്നു എന്ന ഒരു തോന്നൽ, ജാള്യത, അപകർഷത ഒക്കെ മനുഷ്യായുസ്സിലെ എക്കാലവും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ മാത്രമാണ് കലയും സാഹിത്യവും സംഗീതവും എന്നൊക്കെ ഞാൻ കരുതാറുണ്ട്. തുച്ഛമായിട്ടുള്ള ഈ ജീവിതം, അനിശ്ചിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശങ്ങൾ സഹജീവികൾക്കും വരും കാലത്തിനും വേണ്ടിയിട്ട് ഇവിടെ മുദ്രണം ചെയ്യുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ സർഗാത്മകത എന്ന് പറയുന്നത്. രാജേഷ് ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് പരിചയമില്ല, പക്ഷെ അദ്ദേഹം അവസാനം വായിച്ച പുസ്തകങ്ങളിലൊന്ന് എൻ്റേതായിരുന്നു. എൻ്റെ പുസ്തകം മറ്റു പലർക്കും ശുപാർശ ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജേഷിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഡോക്ടർ സജീഷ് ഒരു അരമണിക്കൂർ മുമ്പ് US-ൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാരയുടെ ഒപ്പം US-ൽ അമേരിക്കയിൽ പര്യടനത്തിലാണ്. അവിടെ നിന്ന് തന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സുഭാഷേട്ടൻ എനിക്ക് വരാൻ സാധിക്കില്ല, വലിയ സങ്കടമുണ്ട്, നിങ്ങളെ ആ സ്റ്റേജിൽ എനിക്ക് കാണണമായിരുന്നു, നിങ്ങൾ അംഗീകാരം വാങ്ങിക്കുന്നതൊക്കെ എനിക്ക് കാണണമായിരുന്നു. ഞാൻ വിചാരിക്കുകയാണ്, ഇത്രയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കും ധൈര്യമായിട്ട് മരിക്കാം. ഇത്രയും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. നമ്മുടെ ഓർമ്മകൾ പുലർത്തുവാനും നമ്മളെ സ്മരിക്കുവാനും ഭാവിയിൽ നമ്മളെക്കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ പറയുവാനും സഹജീവികൾ നമ്മുടെ ഒപ്പമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആർക്കും ധൈര്യമായിട്ട് മരിക്കാം. അതില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ തുടരുന്നത്. ആരെക്കൊണ്ടെങ്കിലും രണ്ട് വാക്ക് നല്ലത് പറയിക്കണം, മരിച്ചതിന് ശേഷം ആ സുഭാഷിതൻ്റെ അത്ര നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയിക്കണം എന്നുള്ളൊരു കൊതി കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ എഴുതുന്നതും പാടുന്നതും വരയ്ക്കുന്നതും സംവിധാനം ചെയ്യുന്നതും അഭിനയിക്കുന്നതും കഥകൾ എഴുതുന്നതും കവിതകൾ എഴുതുന്നതും സർഗാത്മകമായിട്ടുള്ള നിരവധി പ്രത്യക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് ദാഹിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ആത്മാവ്, കാലം കുറഞ്ഞെങ്കിലും അർത്ഥ മനോഭിരാമം എന്നൊക്കെ പറയുന്നത് പോലെ മുഹൂർത്തം ജ്വലതി ശ്രേയ എന്ന സംസ്കൃതത്തിൽ ശ്ലോകത്തിൻ്റെ ഭാഗമുണ്ട്. 32 വയസ്സിനുള്ളിൽ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോയ ആ യുവസുഹൃത്ത് സമ്പാദിച്ചു വച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നല്ല വാക്കുകൾ കേട്ടിരിക്കാൻ വലിയ സുഖമുണ്ട്. അത് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കും എന്ന് വേണ്ടിയിട്ടാണ് മരിക്കപ്പെടുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ കുരിശും ഓരോ ആണിയും അടിക്കപ്പെടുന്നത് എന്നുള്ളത് തിരിച്ചറിവായി ഈ സന്ധ്യയിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. മൺമറഞ്ഞുപോയ രാജേഷിൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളൊക്കെ ഈ സദസ്സിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അവർക്ക് എൻ്റെ ഒരു വലിയ പ്രണാമം അർപ്പിക്കുന്നു. നിങ്ങളുടെ മരിച്ചുപോയ മകന് പകരമുള്ള, മരിച്ചുപോയ സഹോദരന് പകരമുള്ള, മരിച്ചുപോയ സുഹൃത്തിന് പകരമുള്ള ഒരു ആഭരണം